ആക്ടിവിറ്റി നമ്പർ 1 എന്താ നോക്കിയാലോ. ഐഡൻറ്റിഫൈ ദ റൈമിംഗ് വേർഡ്സ് ആൻഡ് ഗീവ് ദ സെയിം കളർ ടു ഈച്ച് പെയർ. നമ്മൾ മുന്നേ ഒരു പോയം വായിച്ചപ്പോൾ അതിൽ കുറച്ച് വേർഡ്സ് നോട്ട് ചെയ്ത് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേതൊക്കെയാണ്? ഫ്രോൺ, അതുപോലെ ഡൗൺ. ഇവരുടെ പ്രത്യേകത എന്താ നോക്കിയാലോ. ഫ്രോൺ എന്ന വാക്ക് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. അത് അവസാനിക്കുന്നതും ഡൗൺ എന്ന വാക്ക് അവസാനിക്കുന്നതും ഒരേ സൗണ്ടിലാണ്. പ്രൊനൗൺസിയേഷൻ എൻഡിങ് വിത്ത് സെയിം സൗണ്ട്. അതാണ് റൈമിംഗ് വേർഡ്സ്. അടുത്തതായി നമുക്ക് ഈ മഞ്ഞ ബലൂണിൻ്റെ താഴെയുള്ളത് നോക്കാം. ഹോൾഡ്. ഇതിൽ ഏത് വാക്കാണ് ഹോൾഡ് എന്ന വാക്കിൻ്റെ പോലെ അവസാനിക്കുന്നത്? ഒന്ന് വായിച്ചു നോക്കാം. അണ്ടർസ്റ്റാൻഡ് ആണോ? അല്ല. ഡൗൺ ആണോ? അല്ല. ഗോൾഡ് അല്ലേ? ഒരേപോലെ അല്ലേ ഹോൾഡും ഗോൾഡും അവസാനിക്കുന്നത്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ പച്ച കളറുള്ള ബലൂണിൻ്റെ അതേ സൗണ്ടിൽ അവസാനിക്കുന്ന ഡൗണിന് പച്ച കളർ കൊടുക്കണം. അതുപോലെ ഹോൾഡ് എന്ന വാക്ക് അവസാനിക്കുന്നത് ഗോൾഡ് എന്ന വാക്കിൻ്റെ അതേപോലെയാണ്. അപ്പോൾ അതിന് നമുക്ക് മഞ്ഞ കളർ കൊടുക്കണം. അടുത്തതായി ഹാൻഡ്. ഈ നീല കളറുള്ള ബലൂണിൻ്റെ താഴെ എന്താ? ഹാൻഡ്. ഇതുപോലെ അവസാനിക്കുന്ന വാക്ക് ഏതാ? അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഈ അണ്ടർസ്റ്റാൻഡിനും നമ്മൾ നീല കളർ കൊടുക്കണം. കാരണം അവസാനിക്കുന്നത് ഒരേ സൗണ്ടിലല്ലേ. റൈമിംഗ് വേർഡ്സ് എന്താണെന്ന് മനസ്സിലായോ? ഇനി നമുക്ക് വേറെ കുറച്ച് റൈമിംഗ് വേർഡ്സ് കണ്ടാലോ. നമുക്ക് വേറെ കുറച്ച് റൈമിംഗ് വേർഡ്സ് നോക്കാം. വെറ്റ്, നെറ്റ്, ബെറ്റ്, ഗെറ്റ്. ക്യാറ്റ്, ബാറ്റ്, മാറ്റ്, റാറ്റ്. സൺ, ഫൺ, റൺ, ബൺ. ഇതിൻ്റെയൊക്കെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലായോ? ഇവരുടെയൊക്കെ ഉച്ചാരണം അവസാനിക്കുന്നത് ഒരേപോലെയാണ്. എൻഡിങ് വിത്ത് സെയിം സൗണ്ട്. പ്രൊനൗൺസിയേഷൻ എൻഡിങ് വിത്ത് സെയിം സൗണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും മീനിങ് നോക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെയൊക്കെ സൗണ്ട് ഇത് വായിക്കാൻ അറിഞ്ഞാൽ ഈ റൈമിംഗ് വേർഡ്സ് നിങ്ങൾക്ക് സിമ്പിളായി ചെയ്യാവുന്ന ഒരു ആക്ടിവിറ്റിയാണ്.